1201 ആണ്ട് കർക്കിടക മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഇവിടെ പ്രവചിക്കുന്നത്. 17/7/2026 മുതൽ 16/8/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. അതായത് പൂയം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. ആദിത്യ ഗുരു യോഗം നടക്കുന്നതിനാൽ അറിവ് സമ്പാദിക്കുന്നവർക്കും നേതൃത്വ സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ ഒരു സമയമാണ്. അതിലേക്ക് വേണ്ടുന്നുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുക. ആഗ്രഹത്തെ ബുദ്ധിശക്തിയുമായി യോജിപ്പിച്ച് കാര്യങ്ങൾ സാധിക്കാൻ സാധിക്കും. നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങൾ നടന്നു കിട്ടാനുള്ള വഴികളിൽ കൂടി നിങ്ങൾ സഞ്ചരിച്ച് ബുദ്ധിപൂർവ്വം അത് സഫലീകരിക്കാൻ സാധിക്കുന്നു. ചില വ്യക്തികളെ ഏറ്റവും നല്ല നേതാക്കന്മാരായി മാറ്റുന്നതിന് ഈ യോഗം നല്ലതാണ്. മികച്ച ഒരു ധാർമ്മിക ബോധം ഉണ്ടാകുന്നതിനും ഈ യോഗം ഗുണപ്പെടുന്നു. ചന്ദ്രനും ശുക്രനും കേതുവും കൂടി ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആത്മീയ കാര്യങ്ങളിൽ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ, അതായത് ഒരു ആശയക്കുഴപ്പം വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ദൈവികതയിലും മതഗ്രന്ഥങ്ങളിലുമാണ് കൂടുതലും ആശയക്കുഴപ്പങ്ങൾ വരുന്നത്. ദൈവം ഉണ്ടോ എന്നും മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് സത്യമാണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. ബന്ധുക്കളിൽ നിന്നും ഒക്കെ അകന്നു നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കേതു ശുക്ര യോഗത്തിനാൽ ബന്ധങ്ങളിൽ ഒരു തെറ്റിദ്ധാരണ ജനിക്കുന്നു. ഏത് ബന്ധത്തിലായിരുന്നാലും അവിടെ ഒരു സംശയം ജനിക്കുന്നതിനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നു. അതായത് പരസ്പരം വിശ്വാസമില്ലായ്മ വരുന്നതിന് സാധ്യതയുണ്ട്. യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ, ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ, യുക്തിപൂർവ്വം ചിന്തിച്ചാൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെ പോലും നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ചിലർ കാത്തിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതുപോലെ വ്യക്തിപരമായ ചില ബന്ധങ്ങൾ പോലും മുറിഞ്ഞു പോകുന്നതിന് സാധ്യതയുണ്ട്. ആത്മീയതയിൽ നിന്ന് ഭക്തജനങ്ങൾ അകന്നു നിൽക്കുന്നു. ആഡംബരത്തിന് വേണ്ടി ദേവാലയങ്ങൾ കൊള്ളയടിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നു. പുണ്യപ്പെട്ട മതഗ്രന്ഥങ്ങൾ ചില കപട ആചാര്യന്മാർ മോശമായ രീതിയിൽ ദുർവ്യാഖ്യാനം നടത്തുന്നതിനാൽ ഭക്തജനങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഏതായാലും ഭക്തജനങ്ങൾക്ക് ഈ കർക്കിടക മാസം അത്ര നല്ലൊരു സമയമല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ആയുസിനുള്ള ഭീഷണി ഉണ്ടായിരുന്നത് മാറിക്കിട്ടുന്നു. അതായത് ഏതെങ്കിലും തരത്തിലുള്ള രോഗമോ അപകടത്തിൽപ്പെട്ടിട്ടുള്ള ഒരു കഷ്ടതയോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. അതുപോലെ മറ്റു ഭീഷണികൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനും സാധിക്കുന്നു. കാര്യസാധ്യത്തിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു. കഷ്ടതകളും നഷ്ടങ്ങളും ഒരു പരിധിവരെ കുറയുന്നു. ബന്ധുക്കളോടുള്ള നിങ്ങളുടെ വിരോധങ്ങളും തിരിച്ച് ബന്ധുക്കൾക്ക് നിങ്ങളോടുള്ള വിരോധങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. ദൈവികമായ വിശ്വാസത്തിനും ഭക്തിക്കും ഒക്കെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു. ആരെങ്കിലും റിമാൻഡിലാണെങ്കിൽ അവർക്ക് ജാമ്യം ലഭിക്കുന്നതിനും കർക്കിടക മാസത്തിൽ സാധ്യതയുണ്ട്. ശ്രമിച്ചാൽ ധാരാളം ധനം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. ചിലർക്ക് അവാർഡുകൾ ലഭിച്ചേക്കാം. കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യങ്ങളും ലഭിക്കുന്നു. സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയം മാറിക്കിട്ടുന്നു. ആലോചനാശേഷി വീണ്ടും കിട്ടുന്നു. മാനഹാനി മൂലമോ അല്ലാതെയോ ഉള്ള പേരുദോഷം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. കൃഷി നടത്തുന്നവർക്ക് വിഭവനാശമാണ് കാണുന്നത്. വിളകൾക്ക് നാശം ഉണ്ടായേക്കാം. പൊതുജനങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഇതിൽ മതിപ്പില്ലാതെ വരുന്നതിനും സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്നും ചില അനിഷ്ടങ്ങൾ ഉണ്ടാകാം. ദാമ്പത്യത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് തടസ്സം വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ പൂയ നക്ഷത്രക്കാർക്ക് പ്രായത്തിനനുസരിച്ചുള്ള ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. 14 വയസ്സ് വരെയുള്ള പൂയ നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ഉള്ളവർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കാര്യം കുടുംബത്തിലുള്ള ആര് തന്നെയും വെളിയിലുള്ളവരുമായിട്ട് ഒരു വഴക്കിനോ ബഹളത്തിനോ തർക്കത്തിനോ ഒന്നും പോകരുത്. കാരണം പോയിക്കഴിഞ്ഞാൽ അത് വഴക്കും തർക്കവും മൂക്കുകയും അടിപിടിയിലൊക്കെ ഉണ്ടാവുകയും പിന്നെ കോടതി കേസൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സ്വന്തം വീട്ടിൽ നിന്ന് മാറി വേറെ വീട്ടിലേക്ക് താമസിക്കുന്നതിനും ചിലർക്ക് യോഗം കാണുന്നു. ചിലർക്ക് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. ചില രോഗങ്ങൾ ഉണ്ടാകാം. കാലക്രമേണ എല്ലാവർക്കും ഈ കഷ്ടപ്പാടുകൾ മാറി ജീവിതം പുരോഗതിയിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. കുട്ടിക്ക് വിദ്യാഭ്യാസം തുടങ്ങുന്നതിന് തടസ്സമില്ല. മുന്നോട്ട് പോകുന്നതിനും വിദ്യാഭ്യാസം മുന്നോട്ട് പുരോഗമിക്കുന്നതിനും തടസ്സങ്ങളൊന്നും കാണുന്നില്ല. 14 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള പൂയ നക്ഷത്രക്കാർക്ക് ക്രമേണ പുരോഗതി എല്ലാ മേഖലയിലും കൈവരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നു. വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് ഉള്ള യോഗം കാണുന്നുണ്ട്. കൂടാതെ സാമാന്യ നല്ല തസ്തികയിൽ ജോലി ചെയ്യുന്നതിനുമുള്ള ഭാഗ്യമുണ്ട്. ചിലർ ചില പ്രത്യേക തൊഴിലിൽ ചേരുന്നതായിട്ട്, സാങ്കേതിക മേഖലയിലേക്കുള്ള തൊഴിലുകൾ ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലര് ശത്രുക്കളുടെ ശല്യം ഉണ്ടാകുന്നതായിട്ട് സൂചനയുണ്ട്. വിവാഹിതരാകാനും സന്താന ഭാഗ്യം ഉണ്ടാകാനും ഈ സമയം യോഗം ചിലർക്ക് കാണുന്നുണ്ട്.
ഈ സമയം ചിലർക്ക് ചില ഒരു സാമ്പത്തിക ഒരു പ്രയാസം വരാനും ആയതിനാൽ നിങ്ങൾ ഒരു സാമ്പത്തിക അച്ചടക്കം ശീലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള പൂയ നക്ഷത്രക്കാർക്ക് ദമ്പതിമാർ തമ്മിൽ അകന്നു താമസിക്കുന്നതിന് ഒരു യോഗം കാണുന്നു. ജോലി സംബന്ധിച്ച് ആകാം, അങ്ങനെ രണ്ടും രണ്ട് ദിശയിലുള്ള ജോലി ആയതിനാൽ അകന്നായിരിക്കും താമസിക്കുന്നത്. അധികാര സ്ഥാനങ്ങളിൽ നിന്നും ചില ഉപദ്രവങ്ങൾ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. മോഷ്ടാക്കളിൽ നിന്നും ശല്യമുണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്വഭവനത്തിൽ നിന്നും വേറിട്ട് താമസിക്കുന്നതിന് ഒരു യോഗമുണ്ട്. ശത്രുക്കളുടെ ഉപദ്രവം വരാം, എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഇതെല്ലാം നേരെയാകുന്നതായിട്ട് കാണുന്നുണ്ട്. ധനവും മറ്റ് ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട്. 38 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ള പൂയ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ തടസ്സമില്ലാതെ നടന്നു പോകുന്നു. തൊഴിലിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. വാഹനങ്ങൾ, വീട്, ഭൂമി എന്നിവ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ടുള്ള യോഗവും സമയവും ഈ സമയമുണ്ട്. നല്ലൊരു സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് കൈവരുന്നു. കൂടാതെ തന്നെ നല്ല നിക്ഷേപ പദ്ധതികളിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കുന്നതിനും സാധിക്കുന്നു. മേലധികാരികളിൽ നിന്നും നിങ്ങൾക്ക് ഈ സമയം അനുകൂലമായ നടപടികൾ ഉണ്ടാകാം. ശത്രുക്കളുടെ ശല്യം കുറയുന്നില്ല. ഇവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. വേണ്ടപ്പെട്ടവരുടെ വളരെ പ്രായം ചെന്ന വേണ്ടപ്പെട്ട ഒരാളുടെ മരണം സംഭവിക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. ചില ആൾക്കാര് ആടും മാടും ഫാമുകൾ തുടങ്ങി ധാരാളം ധനം സമ്പാദിക്കുന്നതിന് ഒരു യോഗം ചിലർക്കുണ്ട്. ചിലരാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ തിരിഞ്ഞ് അവിടുന്നും ധാരാളം പണം സമ്പാദിക്കാൻ സാധിക്കുന്നു. അതായത് ചെറിയ രീതിയിൽ ചില അസുഖങ്ങൾ വരാമെങ്കിൽ തന്നെയും നല്ല രീതിയിൽ മുൻജീവിതം മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. 58 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള പൂയ നക്ഷത്രക്കാർക്ക് പലവിധ ദുഃഖങ്ങളും മനപ്രയാസങ്ങളും രോഗങ്ങളും വരുന്നതിനുള്ള ഒരു സമയമാണ്. സർക്കാരിൽ നിന്നും ചില പ്രതികൂല നടപടികൾ ഉണ്ടായേക്കാം. കോപം കൂടുതൽ ഉണ്ടാകാം. സ്വന്തമായി വ്യാപാരം നടത്തുന്നവർക്ക് വളരെ ധനലാഭം പ്രതീക്ഷിക്കാം. പക്ഷെ അധ്വാനം കൂടിയിരിക്കുന്ന ഒരു സമയമാണ്. അന്യദേശവാസം ചിലർക്ക് കാണുന്നുണ്ട്. അത് ചിലര് വ്യാപാര സംബന്ധമായിട്ട് അന്യദേശത്തേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇതിൽ ചിലർക്ക് കെയർ ടേക്കറായിട്ടോ ലോക്കൽ ഗാർഡിയനായിട്ടോ ഉള്ള ഒരു തൊഴിൽ നേടാനായിട്ട് സാധിക്കുന്നു. ചിലർക്ക് ദത്തു പോകാനും സാധിക്കുന്നു. 64 വയസ്സ് മുതൽ 74 വയസ്സ് വരെയുള്ള പൂയ നക്ഷത്രക്കാർക്ക് ഒരുവിധം നല്ല കാലമാണ്. ഭൂമിയും മറ്റ് വസ്തുവകകളും വാങ്ങുന്നതിനും ഇവിടെ യോഗം കാണുന്നുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്നും മികച്ച രീതിയിലുള്ള ആദായം ലഭിക്കുന്ന ഒരു സമയമാണ്. വസ്ത്ര വ്യാപാരികൾക്കാണെങ്കിൽ വളരെ ഗുണകരമായ ഒരു കാലഘട്ടമാണ്. ബന്ധുക്കളും പഴയകാല സ്നേഹിതന്മാരുമായി സുഖമായി വസിക്കുന്നതിനും ഒരു ഭാഗ്യമുണ്ട്. ജീവിതത്തിൽ ഒരു തൃപ്തി വരുന്ന ഒരു സമയമാണ്. മോഷ്ടാക്കളെ സൂക്ഷിക്കുക വളരെ നല്ലതായിരിക്കും. ചില രോഗങ്ങൾ വരുമെങ്കിലും അതൊക്കെ തക്ക സമയത്തുള്ള ചികിത്സ മൂലം ഭേദമാകുന്നു. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. 74 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള പൂയ നക്ഷത്രക്കാർക്ക് കേസുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വിജയം ലഭിക്കുന്നു. എന്നാൽ പുതിയതായിട്ട് നിങ്ങൾ കേസുകൾ തുടങ്ങാൻ ഈ കാലഘട്ടം നല്ലതല്ല. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ഇവിടെയും ലഭിക്കുന്നു. ചതി, വഞ്ചന എന്നിവ ഏൽക്കാതെ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ്. ചെറിയ അസുഖങ്ങൾ ഗുരുതരമായേക്കാം എന്നുള്ളതിനാൽ അത് ആരംഭത്തിൽ തന്നെ വൈദ്യസഹായം തേടുന്നത് വളരെ നല്ലതായിരിക്കും. അത് കൂടുതലും വരുന്നത് കണ്ണിനും വയറ്റിനുമുള്ള അസുഖങ്ങളാണ് വരാൻ സാധ്യത. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാകുന്നു. നിങ്ങൾക്കുള്ള മുഹൂർത്തപരമായോ വാസ്തുപരമായോ പൂജപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന കർക്കിടക മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.